നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. പിതാവിന് തുല്യം പ്രവൃത്തി ചെയ്യുന്ന പുത്രൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, യേശു അവരോട്, നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് ഞാൻ പറഞ്ഞുവെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ? ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞു എങ്കിൽ തിരുവെഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ. ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞത് കൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശദീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട. ചെയ്യുന്നു എങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവിനിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ച് അറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പീൻ. അവർ അവനെ പിന്നെയും പിടിക്കാൻ നോക്കി. അവനോ അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞുപോയി. കർത്താവായ യേശുക്രിസ്തു ഒരു പിറവിയിലെ കുരുടന്, അതായത് 40 വയസ്സ് പ്രായം വരുന്ന ഒരു കുരുടന് യേശു സൗഖ്യം നൽകി. അത് ശബത്തിലായിരുന്നു. അത് യഹൂദന്മാരെ ചൊടിപ്പിച്ചു. കാരണം യേശു ചേറുണ്ടാക്കി, നിലത്ത് ചേറുണ്ടാക്കി ചേർ അവൻ്റെ കണ്ണിൽ പൂശിയാണ് സൗഖ്യം നൽകിയത്. അപ്പം ചേറ് കുഴയ്ക്കുക എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി എന്ന് അവർ കണക്കാക്കി. പിന്നെ അവൻ കാഴ്ച നൽകി എന്നുള്ളത് ഒരു വൈദ്യശുശ്രൂഷയായിട്ട് അവർ കണക്കാക്കി, അതും ജോലിയായിട്ട് കണക്കാക്കി. അതാണ് അവരെ ചൊടിപ്പിച്ചത്. മനുഷ്യരെല്ലാം സ്വസ്ഥമായിരിക്കുന്ന ശനിയാഴ്ച ശബത്ത് ദിവസം ഈ മനുഷ്യൻ കുരുടനായതുകൊണ്ട് ആരെയും കാണാതെ അവൻ അസ്വസ്ഥനായി കഴിയുക. എന്നാൽ അവന് കാഴ്ച കിട്ടിയല്ലോ. രോഗമുണ്ടായത് മുതൽ ഒരു കുരുടന്, ജന്മനാ കുരുടന് കാഴ്ച ഉണ്ടായിട്ടില്ല. പക്ഷേ അവന് കാഴ്ച കിട്ടിയല്ലോ എന്നോർത്ത് സന്തോഷിക്കേണ്ടതിന് പകരം യേശു കള്ളപ്രവാചകനാണ്, അതുകൊണ്ടാണ് യേശു ശബത്തിനെ ലംഘിച്ചത് എന്ന് പറഞ്ഞ് യേശുവിനെതിരെ ഗൂഢാലോചന ചെയ്യുകയായിരുന്നു പരീശന്മാരും ശാസ്ത്രിമാരും. അപ്പോൾ യേശു അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ്. യേശു പറഞ്ഞു, പിതാവ് അയച്ച പുത്രനാണ് ഞാൻ നല്ലയിടയനാണ്. എൻ്റെ മരണത്തിലൂടെ നിങ്ങൾക്കത് മനസ്സിലാകും. ആടുകൾക്ക് വേണ്ടി മനുഷ്യൻ്റെ നരകം ഞാൻ അനുഭവിച്ച് മരിക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അന്ന് യഹൂദന്മാർ മാത്രമല്ല പുറജാതികളും എന്നെ ഇടയനായി കൈക്കൊണ്ട് എൻ്റെ പിന്നാലെ വരും. ഞാൻ അവയ്ക്ക് നിത്യജീവനാണ് നൽകാൻ പോകുന്നത്. മരണത്തോടെ അല്ല, അവസാനിക്കുന്ന ജീവനല്ല, മരണശേഷം നിത്യതയിലും അവർക്ക് ദൈവത്തോട് താഴ്ന്നു നിൽക്കാനായിട്ട് സാധിക്കും. അവരെ ഇഹലോകത്തിലോ പരലോകത്തിലോ ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയുകയില്ല. കാരണം ഞാനും പിതാവും അവരെ പിടിച്ചിരിക്കുകയാണ്. അത്ര ഭദ്രമായ ഒരു ആത്മരക്ഷയായിരിക്കും, നിത്യജീവനായിരിക്കും അവർക്ക് ലഭിക്കുക. അപ്പോൾ യേശുക്രിസ്തു പിതാവിന് തുല്യനായ അവനാണ് എന്ന് പറഞ്ഞത് യഹൂദന്മാരെ ചൂടിപ്പിച്ചു. കാരണം സ്വർഗത്തിൽ ഒരു ദൈവമേ ഉള്ളൂ, അതായത് ഒരാളത്തമേ ഉള്ളൂ എന്നാണ് അവർ വിചാരിക്കുന്നത്. അതവരുടെ വ്യാഖ്യാന പെശകാണ്. ബൈബിളിലെ ദൈവം ഏക ദൈവമാണ്. ഏക എന്ന് പറയുന്നത് ഒന്ന് എന്നുള്ള അർത്ഥത്തിലല്ല, ഒരേ സാരാംശമുള്ള, ഒരേ ശക്തിയുള്ള, സർവജ്ഞാനവും സർവ്വവ്യാപകത്വവും നിത്യത്വവും സൃഷ്ടികർമ്മവും രക്ഷാകർമ്മവും ന്യായവിധിയും സ്നേഹവും കരുണയും നീതിയും വിശുദ്ധിയും എല്ലാം ഒരേ അളവിലുള്ള 3 മൂർത്തികളാണ്, 3 ആളത്വങ്ങളാണ് ഏകദൈവം. ബൈബിളിലെ ഏകദൈവം. അതിലൊരാളത്വത്തിൻ്റെ പേര് പിതാവ്, നിത്യപിതാവ്. രണ്ടാമത്തെ ആളത്വം നിത്യപുത്രൻ. മൂന്നാമത്തേത് നിത്യ ആത്മാവ്. അതിൽ പിതാവ് പരിശുദ്ധൻ, പുത്രൻ പരിശുദ്ധൻ, പരിശുദ്ധാത്മാവ് പരിശുദ്ധൻ. പിതാവ് സത്യം, പുത്രൻ സത്യം, പരിശുദ്ധാത്മാവ് സത്യം. പിതാവ് സർവശക്തൻ, പുത്രൻ സർവശക്തൻ, പരിശുദ്ധാത്മാവ് സർവശക്തൻ. പിതാവ് സർവജ്ഞാനി, പുത്രൻ സർവജ്ഞാനി, പരിശുദ്ധാത്മാവ് സർവജ്ഞാനി. അപ്പോൾ സ്വാഭാവിക ഗുണലക്ഷണങ്ങളിലും ധാർമ്മിക ഗുണലക്ഷണങ്ങളിലും തുല്യതയുള്ള 3 ആളത്വങ്ങൾ ചേർന്നതാണ്
ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം. പക്ഷേ ഏകദൈവം എന്നുള്ളതിന് യഹൂദന്മാർ കൊടുത്ത വ്യാഖ്യാനം അർത്ഥം എന്ന് പറയുന്നത് ഒരു ദൈവം എന്നാണ്. ഒരാളത്തമേ സ്വർഗത്തിലുള്ളൂ, അത് പിതാവാണെന്നാണ്. പുത്രനും പരിശുദ്ധാത്മാവും ഒന്നും അവരുടെ ഡിക്ഷണറിയിൽ, അവരുടെ മനസ്സിലില്ല. അപ്പോൾ യേശു പറയുകയാണ്, പിതാവ് അയച്ച പുത്രനാണ് ഞാൻ, പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്നവനാണ് ഞാൻ, പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണ്, പിതാവ് എന്നിൽ വസിക്കുന്നു, ഞാൻ പിതാവിൽ വസിക്കുന്നു. ഇതൊന്നും അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. ആ സമയത്ത് അവർ അവനെ എറിയാൻ കല്ലെടുത്തപ്പോൾ യേശു അവരോട് പറയുകയാണ്, നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ നിങ്ങൾ ദേവന്മാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ദേവന്മാർ എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾ എന്ന് തന്നെയാണ് മൂലഭാഷയിൽ എലോഹിം എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അത് 82-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിലാണ്. അതായത് ഭക്തന്മാരെ കുറിച്ച്, ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ച ആളുകളെക്കുറിച്ച്, പ്രവാചകന്മാരെക്കുറിച്ച് ബൈബിൾ പറയുന്നത് നിങ്ങൾ ദേവന്മാരാണ് എന്നാണ്. ദൈവം നിങ്ങളിൽ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ദൈവങ്ങളാണ് എന്നാണ് സത്യത്തിൽ അതിൻ്റെ അർത്ഥം. അപ്പോൾ യേശു ഇവരോട് ചോദിക്കുകയാണ്, അതുപോലെ 138-ാം സങ്കീർത്തനത്തിലും ഞാൻ ദേവന്മാരുടെ മധ്യേ നിന്നെ സ്തുതിക്കും എന്ന് ദാവീദ് പറയുന്നത് ഭക്തന്മാരുടെ മധ്യേ എന്നാണ്. യേശു ചോദിക്കുകയാണ്, ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ച ആളുകളെ, അതല്ലേ ദൈവം സംസാരിക്കുന്നത് കേട്ട ആളുകളെ ദേവന്മാരെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് പിതാവിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തെ വീഞ്ഞാക്കാൻ ലോകത്തിൽ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? വെള്ളത്തിന് മീതെ നടക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? കാറ്റിനെ ശാസിച്ചമർത്താൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? കടലിനെ ശാന്തമാക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? മരിച്ചവർ ഉയർപ്പിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? രോഗികൾക്ക് സൗഖ്യം നൽകാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? മരങ്ങളെ നിയന്ത്രിക്കാൻ, മത്സ്യങ്ങളെ നിയന്ത്രിക്കാൻ, മൃഗങ്ങളെ നിയന്ത്രിക്കാൻ, മരിച്ചവർ ഉയർപ്പിക്കാൻ, ഭൂതഗ്രസ്തർക്ക് സൗഖ്യം നൽകാൻ യേശുവിന് കഴിഞ്ഞിട്ടുള്ളതുപോലെ ലോക ചരിത്രത്തിൽ നല്ല പ്രവാചകന്മാർക്കോ കള്ളപ്രവാചകന്മാർക്കോ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിതാവ് എന്നിൽ വസിക്കുന്നു, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ ദൈവത്വത്തിലെ പുത്രനാണ് എന്ന് യേശു ആണയിട്ടിവരോട് പറയാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. അവർ യേശുവിനെ എറിയണം എന്ന് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് യേശുവിനെ വകവരുത്താനായിട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടിക്കാനായിട്ടോ ശ്രമിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. കൊരിന്ത്യലേഖനം 1-2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അതിലൊരു വാക്യം, അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അപ്പോൾ യഹൂദന്മാർ തങ്ങളുടെ വ്യാഖ്യാനത്തിൽ ഉറച്ചു നിന്നു. ദൈവം ഏകനാണ് എന്നാണ് പഴയ നിയമത്തിലുള്ളത്. അത് ഒരു ആളത്വത്തിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് പിതാവ് മാത്രമാണ്, അല്ലെങ്കിൽ യഹോവ മാത്രമാണ് ദൈവം എന്നതിൽ ഉറച്ചു നിന്നു. ഈ ദൈവത്വത്തിൽ പുത്രൻ എന്നൊരാളത്വം ഉണ്ടെന്നോ പരിശുദ്ധാത്മാവെന്ന് മറ്റൊരാളത്വം ഉണ്ടെന്നോ അങ്ങനെ 3 ആളത്വങ്ങൾ ചേരുന്നതാണ് ബൈബിളിലെ ഏകദൈവമെന്നോ അവർക്ക് ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടുമില്ല. അവർക്കത് മനസ്സിലാക്കാനും കഴിഞ്ഞില്ല. നമുക്കറിയാം, വെള്ളം അതൊരു ലായനിയാണ്. ആ വെള്ളം ഒരു ഫ്രീസറിൽ വെച്ചാൽ ഒരു ഖരവസ്തുവായിട്ട്, ഐസായിട്ട് മാറും. തണുപ്പുണ്ട്. ഇതേ വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അടിയിൽ തീ കൊടുത്താൽ അത് നീരാവിയായിട്ട് പോകും. ആ നീരാവി അദൃശ്യമാണ്, പക്ഷെ അതിന് ചൂടുണ്ട്. ഈ നീരാവി തണുത്താൽ വീണ്ടും വെള്ളമാകും, ഐസ് ചൂടായാൽ വീണ്ടും വെള്ളമാകും. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ 3 ഭാവങ്ങളാണ് ഐസും നീരാവിയും വെള്ളവും. ഒന്ന് അദൃശ്യമായൊരു വസ്തു, ഒന്നൊരു ലായനി, ഒന്ന് ഒരു ഖരവസ്തു. 3ൻ്റെ സാരാംശം ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, അത് നല്ലൊരു ഉദാഹരണമാണ്. പിതാവ് അദൃശ്യനാണ്, പുത്രൻ ദൃശ്യനായിട്ട് ശരീരമെടുത്ത് ഭൂമിയിൽ വന്നു, പരിശുദ്ധാത്മാവ് ലോകത്തെവിടെയും വ്യാപിച്ച് കഴിയുന്നു. അപ്പോൾ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവമാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം. അതിലെ പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ച് മനുഷ്യനെ രക്ഷിക്കാനായിട്ട് രക്ഷാമാർഗം ഒരുക്കാൻ സാധിക്കും. അത് വർക്കൗട്ട് ചെയ്യുവാൻ പുത്രൻ തമ്പുരാൻ മനുഷ്യനായി ഇവിടെ വന്ന് ദൈവത്വം തെളിയിച്ച ശേഷം മനുഷ്യനെ നരകം ഏറ്റെടുത്ത്, അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടി ബലിമൃഗമായി യാഗമാകാൻ, മനുഷ്യന്റെ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറായി. ഈ കാര്യം പരിശുദ്ധാത്മാവാൻ ദൈവം ലോകത്തെ ഇന്ന് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും തിരിച്ചറിഞ്ഞ് സത്യദൈവത്തെ
മനസ്സിലാക്കി സത്യദൈവത്തെ ആരാധിക്കേണ്ട പോലെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കണം. യൂദന്മാർക്ക് അതിന് സാധിക്കാതെ പോയി. പ്രിയപ്പെട്ടവരെ, സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഈ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും തിരിച്ചറിയുവാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.